സൗണ്ട് ക്ലിയർ ആണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله والصحابة الفائزين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولعلمائنا ولأئمتنا ولأساتذتنا ولمشايخنا ولمصنف الكتب الذين ننتفع بعلومهم. اللهم اهدنا وإياهم صراطك المستقيم وأدخلنا وإياهم في دار جناتك النعيم وانفعنا بمحبتهم في الدارين يا أرحم الراحمين. ഏറ്റവും ബഹുമാനമുള്ള ആലിമീങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ വൈകുന്നേരം തുടങ്ങി വെച്ച ഫിഖ് ക്ലാസ് 1 മണിക്കാണ് ഉണ്ടാകുക എന്ന് ഞാൻ നേരത്തെ അറിയിച്ചിരുന്നു. തോന്നുന്നത് 1 മണിക്ക് അങ്ങനെ ഒരു ക്ലാസ് നടക്കുമെന്ന് പലർക്കും വിശ്വാസമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം പലരും ക്ലാസിന്റെ പരസ്യം ചെയ്ത് കാണുന്നില്ല. പലതവണ അല്ലെങ്കിൽ പലപ്പോഴും ക്ലാസ് മുടങ്ങുന്നത് കൊണ്ടാണോ അങ്ങനെ ഒരു റിയാക്ട് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെ പരസ്യം നടന്നിരുന്നല്ലേ? ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇന്നലെ മാത്രം ചെയ്താൽ പോരാ, ഇന്നലെ ഇന്നൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നു അതിൽ വേറൊരു സൈക്കോളജിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ KKM സൈദി ഉസ്താദിന്റെ ക്ലാസ് ഇന്ന് 6 മണിക്കുണ്ടാകുമെന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും ക്ലാസ് റൂമിലൊക്കെ നിരന്തരം പരസ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൂടി കാണുമ്പോൾ KKM സൈദി ഉസ്താദ് ഒന്നുകൂടി ഒരു ഒഴിവിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. മാക്സിമം തിരക്കൊക്കെ മാറ്റിയേക്കാളുടെ ഒരു ശ്രമം കൂടി നടത്തും. കാരണം ഇങ്ങനെയൊക്കെ അറിയിച്ചിട്ട് ഇനി ആ ക്ലാസ് നടക്കാതിരിക്കരുത് എന്നുകൂടി അതുണ്ടാവും. അതേപോലെ എനിക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി. എല്ലാ ഉസ്താദന്മാർക്കും ഉണ്ടാവും. കാരണം അതിപ്പോ ആരെങ്കിലും വന്നെങ്കിലായി എന്നൊരു തോന്നലാണെങ്കിൽ ചിലപ്പോ ചെറിയ തിരക്കുകൾ വരുമ്പോ തന്നെ ക്ലാസ് മുടങ്ങി വരും. അതേ സമയത്ത് അത് പറ്റൂല, ഇന്നെന്തായാലും അത് നടക്കണം, കാരണം അത്രയും പരസ്യം ചെയ്തതാണ്, ആരെങ്കിലും അത് പ്രതീക്ഷിച്ച് വന്നിട്ട് അത് നടന്നിട്ടില്ലെങ്കിൽ വളരെ മോശമാണ് എന്നൊരു ചിന്ത ഉണ്ടാവുമ്പോ കുറേയും കൂടി എന്താക്കും, നമ്മൾ അത് മുടങ്ങാതെ നടത്താനുള്ള ഒരു പരിശ്രമം കൂടി ഉണ്ടാവും. അങ്ങനത്തെ ഒരു സൈക്കോളജി കൂടി അതിലുള്ളത് കൊണ്ടാണ് പരസ്യം ആരും കുറക്കരുത് എന്ന് പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ പണിയൊന്നും ഇല്ലാത്ത കുറെ അഡ്മിന്മാര് ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അവര് പരസ്യത്തിന്റെ ഭാഗമെങ്കിലും ശ്രദ്ധിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊരു പണിയാവും, ഉപകാരപ്രദമായ ഒരു വിഷയമാവും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മളൊരു സെപ്പറേറ്റ് വിഷയം വെച്ചിട്ടുള്ള ക്ലാസ് ഇന്ന് പിന്നെ ആരംഭിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ വിഷയാധിഷ്ഠിതമായ ഒരു പഠനം ആണ് കർമ്മശാസ്ത്രത്തിൽ നമുക്ക് ആവശ്യമെന്ന് എനിക്കറിയാം. പക്ഷെ അതിപ്പോ അടുത്ത ആഴ്ച എൻ്റെ ഒരു ഉംറ യാത്ര ഉള്ളത് കൊണ്ട് അപ്പൊ അതങ്ങനെ അങ്ങ് തുടങ്ങി വെച്ചാൽ ചിലപ്പോൾ എവിടെയും എത്തിക്കൊള്ളണമെന്നില്ല. ഇന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ A മുതൽ Z വരെയുള്ള സർവ്വ കാര്യങ്ങളും ഇസ്ലാമിക നിയമം ശരീഅത്തിലോ അതിൽ വളരെ വ്യക്തമായി നമുക്കല്ല പണ്ഡിതന്മാർക്ക് കാണാൻ സാധിക്കും. സാധാരണക്കാരായ നമുക്ക് അത്തരം വിഷയങ്ങൾ ഏതൊരു പഠന ശാഖയിലും എന്നതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായ വിഷയങ്ങൾ അതത് സമയത്ത് നാം ചോദിച്ച് പഠിച്ചിരിക്കണം. നിസ്കാരം എന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നിർബന്ധ കർമ്മമായതുകൊണ്ട് തന്നെ ഒരു പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള മുസ്ലിമിന് തീർച്ചയായും നിസ്കാര സംബന്ധിയായ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം. അതേ സ്ഥാനത്ത് സക്കാത്ത് എല്ലാവർക്കും നിർബന്ധമുള്ളതല്ല. അത് ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളവരുണ്ട്, എന്നാൽ അത് നിർബന്ധമില്ലാത്തവരുണ്ട്. മറ്റുള്ള മുതലിന്റെ സക്കാത്തും നിർബന്ധമുള്ളവരും ഉണ്ട്, നിർബന്ധമില്ലാത്തവരും ഉണ്ട്. അപ്പൊ അത് നിർബന്ധമായി വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നിർബന്ധമായി വരുന്ന പക്ഷം മാത്രം നമുക്കത് നിർബന്ധമാണെന്ന് കണ്ടാൽ അത് കൊടുത്തു വീട്ടുന്നതിന്റെ നിയമങ്ങളും അതിന്റെ രീതികളും കർമ്മശാസ്ത്രത്തിൽ നിന്ന് പഠിച്ചിരിക്കുകയും വേണം.
ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമല്ല. എന്നാൽ ഹജ്ജ് ആർക്കാണ് നിർബന്ധമാകുക എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഹജ്ജ് നിർബന്ധമാണെന്ന് വന്നാൽ പിന്നെ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജ് നഷ്ടപ്പെടുന്ന അത് ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്താണ്, അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രം നാം പഠിച്ചിരിക്കണം. അപ്പോ നമ്മുടെ മുമ്പിൽ നമ്മൾ ഏതൊരു അമലാണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അതിന്റെ നിയമങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്നവരുണ്ട്, ഷെയർ ബിസിനസ്സിൽ ഏർപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരുണ്ട്. അതുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര നിയമങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. അതാണ് കർമ്മശാസ്ത്രത്തിന്റെ രണ്ടാം പാർട്ടായ മുആമലാത്തിൽ നാം പഠിക്കുന്നത്. ഇനി പലരും കല്യാണം കഴിച്ചവരാണ്, പലരും കഴിക്കണമെന്ന് ആഗ്രഹിച്ചും ഉദ്ദേശിച്ചും നിൽക്കുന്നവരാണ്. വളരെ അപൂർവമാണെങ്കിലും ചിലരെങ്കിലും ഒരു രണ്ടാം വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നവരുമാണ്. ആർക്കും എന്നോട് ദേഷ്യം പിടിക്കരുത്, ഞാനുള്ളത് തുറന്നു പറഞ്ഞുകൊണ്ട്. അപ്പോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതിന്റെ മൂന്നാം പാർട്ടായ മുനാക്കഹാത്തിനെ കുറിച്ച് അതും വേണം എന്ത് നമുക്ക് പഠിക്കാൻ. വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട നിക്കാഹ്, തലാഖ്, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ, ഭാര്യയിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റങ്ങളിലെ ഇണക്കവും പിണക്കവും, അതുപോലെ നിക്കാഹ് ചെയ്യപ്പെട്ട പെണ്ണിനെ ഡിവോഴ്സ് ചെയ്യൽ, അവളെ തിരിച്ചെടുക്കൽ, അങ്ങനെ തുടങ്ങി ഇസ്ലാമിക കർമ്മശാസ്ത്രം മുനാക്കഹാത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾക്ക് നമുക്ക് വ്യക്തമായ വഴി കാണിച്ചു തരുന്നുണ്ട്. അതും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നാലാമത്തെ വിഷയം, അത് ഇസ്ലാമിക ഭരണകൂടവും ഇസ്ലാമിക കോടതിയും നിലനിൽക്കുന്ന നാട്ടിൽ മാത്രമാണ് അതിന്റെ കാര്യമായ പ്രസക്തി ഉള്ളത്. അതേ സ്ഥാനത്ത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിക കോടതി ഇന്ന കുറ്റത്തിന് വിധിക്കുന്ന ശിക്ഷ ഇന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഓരോ തെറ്റിന്റെ ഗൗരവവും ഇസ്ലാം അതിന് പറയുന്ന ശിക്ഷയുടെ വലുപ്പവും നമുക്ക് മനസ്സിലാക്കാനും ആ ശിക്ഷ നിയമത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനും സാധിക്കുമെന്നത് ജിനായത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഏതായാലും 4 പാർട്ടുകളായി വ്യാപിച്ചു കിടക്കുന്ന ഇസ്ലാമിക് ലോ അഥവാ ഷാഫിഈ മദ്ഹബ് പ്രകാരമുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. 4 മദ്ഹബുകളിലും അതിന്റെ കർമ്മശാസ്ത്രം വളരെ വിശാലമായി തന്നെ ഈ 4 പാർട്ടുകളിൽ വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. ലോകത്ത് ആദ്യമായി കർമ്മശാസ്ത്രം ഒരു പ്രത്യേക പഠനശാഖയായി രൂപപ്പെടുത്തി കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട അൽ ഇമാം അൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അതിന്റെ ശേഷം ലോകത്ത് അനേകം ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഗവേഷണ പടുക്കളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മുജ്തഹിദുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മുജ്തഹിദുകളുടെ കൂട്ടത്തിൽ നാം സാധാരണ എണ്ണാത്ത പലരും മുജ്തഹിദുകളാണ്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ ഒരു വിഭാഗം ഗവേഷണത്തിന് കഴിവുള്ള, അഗാധ പാണ്ഡിത്യമുള്ള വലിയ വലിയ മഹാന്മാരായിരുന്നു. അതുപോലെ തന്നെ താബിയുകളിലും അങ്ങനെയുള്ള വലിയ മഹാന്മാർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിൽക്കാലത്ത് ആളുകളുടെ അറിവ് കുറഞ്ഞു വരികയും ഇസ്ലാമിക പരിജ്ഞാനമില്ലാത്തത് വഴി പിൽക്കാലത്തെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക നിയമമനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടാകുമെന്ന ദീർഘദൃഷ്ടിയുടെ ഭാഗമായാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇത്തരം ഒരു ക്രോഡീകരണത്തിന് മുൻകൈ എടുത്തത് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഏതുപോലെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ അനേകം ആളുകൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് അല്പമെങ്കിലും മനഃപ്പാഠമില്ലാത്ത ആരുമില്ല. എന്നാൽ പലർക്കും മുഴുവനും മനഃപ്പാഠമാണ്. കാരണം അന്ന് ഈ പരിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നത് അവരുടെ കൽബിൽ തന്നെയാണ്, അവരുടെ ഹൃദയത്തിൽ തന്നെയാണ്. അത് എഴുതി വെക്കുകയോ രേഖപ്പെടുത്തി വെക്കുകയോ ചെയ്യാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും വളരെ വിരളമായിരുന്ന ഒരു കാലത്താണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ജീവിച്ചിരുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ അക്കാലത്തെ രീതി എല്ലാം ഹൃദിസ്ഥമാക്കി വെക്കലാണ്. ഈ മനഃപ്പാഠം ഈ പിൽക്കാലത്തെ ആളുകൾക്ക് കിട്ടാതെ പോകുമെന്ന ഭീതിയും മാത്രമല്ല, ഇസ്ലാമിക ലോകത്ത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു യുദ്ധം നടന്നപ്പോൾ ആ യുദ്ധത്തിൽ ഒരുപാട് ഹാഫിളുകൾ ഷഹീദാകുകയും ചെയ്തപ്പോഴാണ്
ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചു വെച്ചില്ലെങ്കിൽ പിൻതലമുറക്ക് അള്ളാഹുവിന്റെ കലാമ് കിട്ടാതെ പോകുമോ എന്ന ഭീതി അന്നത്തെ ഭരണാധികാരിയായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഈ പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഈ ആമുഖം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അനേകം സംശയങ്ങൾക്ക് മറുപടി ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഞാനത് ഓരോന്നും വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നേരത്തെ അറിയിച്ചിട്ടുള്ളതുപോലെ പണ്ട് കാലത്ത് തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ സാധാരണ നടന്നു വരാറുള്ളത് പോലെയും ക്ലാസിന്റെ അവസാനം അല്പസമയം സംശയ നിവാരണത്തിന് നൽകുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ ചില കാര്യങ്ങളൊക്കെ പറയാൻ അവസരമുണ്ടാവും, ചോദിക്കാനും അവസരമുണ്ടാവും. ഇപ്പോ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിൽക്കാല മുസ്ലിമീങ്ങൾക്ക് അവരുടെ അടിസ്ഥാന പ്രമാണമായ പരിശുദ്ധ ഖുർആൻ ലഭ്യമാകാതെ പോകുമോ എന്ന് ഭയക്കുകയാണ്. അതിന്റെ കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ഹാഫിളീങ്ങൾ ഷഹീദാകുകയും അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ അതിന് പകരം നിൽക്കാൻ അത്ര തന്നെ ഹാഫിളുകൾ രംഗത്ത് വരാത്തൊരവസ്ഥ പിൽക്കാലത്തുണ്ടാകും. അങ്ങനെ ഹാഫിളുകൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഹൃദയങ്ങളിൽ മാത്രം സൂക്ഷിച്ചു വെച്ച പരിശുദ്ധ ഖുർആൻ എവിടുന്ന് കണ്ടെത്താനാകും? ഈ ഭീതിയാണ് അന്നത്തെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചത്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാഭാവിക ചോദ്യം ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുകയോ? സഹീഹുൽ ബുഖാരി പരിശോധിച്ചാൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യത അള്ളാന്റെ റസൂല് ചെയ്യാത്തൊരു കാര്യമാണല്ലോ പരിശുദ്ധ ഖുർആനിനെ ഒരു മുസ്ഹഫിന്റെ രൂപത്തിൽ ക്രോഡീകരിക്കുക എന്നത്. അത് നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്ന് ന്യായമായും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തായിരുന്നു? അണ്ടർലൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വല്ലാഹി ഹുവ ഖൈർ. അതാണ് ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി. അള്ളാഹുവാണ് സത്യം, അത് ഖൈറാണ്. കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ? ചെയ്തില്ലേ? ചെയ്യാത്തത് ചെയ്യാൻ പറ്റുമോ? അതൊന്നും അല്ല ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് വല്ലാഹി ഹുവ ഖൈർ, അള്ളാഹുവാണ് സത്യം, അങ്ങനെ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കലാണ് നമുക്ക് ഖൈർ. അത് കേട്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇത് അള്ളാഹു കൽപ്പിച്ചത് തന്നെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം എന്ന് പ്രത്യക്ഷത്തിൽ ഇതേക്കുറിച്ച് നമുക്ക് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെയും പരിശുദ്ധ ഖുർആന്റെയും കൽപ്പനയുടെ പരിധിയിൽ വരുന്ന വിഷയമാണിത്. കാരണം ഖൈറ് ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്, ഖൈറായ കാര്യം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഖൈറാണെന്ന് വന്നാൽ പിന്നെ അത് ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് ആ ഒറ്റ വാചകം കൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയും അങ്ങനെ പരിശുദ്ധ ഖുർആനെ ക്രോഡീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്ന് അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേട്ടതാ. ഞാനിത് പറഞ്ഞത് എന്തിനാ? ഞാനിത് പറഞ്ഞത് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുമ്പോൾ അതിന്റെ ക്രോഡീകരണത്തിന് മുൻകൈ എടുത്ത ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പുള്ള ഒരു കാലഘട്ടമുണ്ട്. പലപ്പോഴും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ പലപ്പോഴും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമങ്ങളെ ഇത്രമേൽ വഷളാക്കിയത് കർമ്മശാസ്ത്രമാണ് എന്നാണ്. ഇസ്ലാമിക നിയമങ്ങളെ ഇത്രമേൽ വഷളാക്കിയത് കർമ്മശാസ്ത്രമാണ് എന്ന രീതിയിലാണ് അവരുടെ പരിഹാസത്തിന്റെ അവതരണം. നിങ്ങൾ നോക്ക്, ഇസ്ലാമിക കർമ്മശാസ്ത്രം ഒരിക്കലും ഇസ്ലാമിക നിയമങ്ങളെ വഷളാക്കുകയല്ല, നേരെ മറിച്ച് അതിന്റെ പ്രായോഗികത കൊണ്ടുവരികയാണ് ചെയ്തത് എന്ന് എന്താണ് കർമ്മശാസ്ത്രം എന്ന് പഠിക്കുന്നവർക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടും. ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളുടെ ചർച്ചകൾക്കിടയിൽ അത്തരം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന ചിലർ അവരുടെ ജീവിതം സത്യത്തിൽ ഇസ്ലാമികമാകണമെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ കൂട്ടുപിടിക്കാതെ നിവൃത്തിയില്ല എന്ന് പലപ്പോഴും പല ക്ലാസ്സുകളിലായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതേ സ്ഥാനത്ത് ഒരു ഭാഗത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ കൂട്ടുപിടിക്കേണ്ടി വരുമ്പോഴും മറ്റൊരു വശത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ തള്ളിപ്പറയുന്ന ദുരവസ്ഥ അത്തരം ആളുകൾക്കുണ്ട്. അവർ പലപ്പോഴും
നമ്മുടെ സാധാരണക്കാരായ ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മദ്ഹബിന്റെ ഇമാമുകളെല്ലാം വരുന്നതിന്റെ മുമ്പ് ഈ ലോകത്ത് ജീവിച്ച താബിഈകളും സ്വഹാബത്തും എല്ലാം ഉണ്ടല്ലോ, അവരൊക്കെ ഏത് മദ്ഹബായിരുന്നു സ്വീകരിച്ചിരുന്നത്? അല്ലേ? നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളൊരു ചോദ്യമാണ് ഇത്. ഈ മദ്ഹബിന്റെ ഇമാമുകൾ വരുന്നതിന്റെ മുമ്പ്, മദ്ഹബിന്റെ ഇമാമുകൾ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മദ്ഹബിന്റെ ഇമാം ആണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. താബിഈകളെ കണ്ട, സ്വഹാബത്തിന്റെ കാലത്തിൽ താബിഈകളെ കണ്ട മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതിന്റെ മുമ്പ് ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ജനനം ഹിജ്റ 80-ലാണ്, വഫാത്ത് 150-ലുമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹിജ്റ 93-ൽ ജനിച്ച് 179-ലാണ് വഫാത്തായത്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 150-ൽ ജനിച്ച് 204-ലാണ് വഫാത്തായത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹിജ്റ 164-ൽ ജനിച്ച് 241-ലാണ് വഫാത്തായത്. അപ്പോ 241 ഹിജ്റ 250 വർഷം പിന്നിടുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞ് 230 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അവരുടെ സംഭാവനകൾ ഈ ലോകത്ത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഇവിടെ പലപ്പോഴും നമ്മുടെ സാധാരണക്കാരെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യം, ഈ മദ്ഹബിന്റെ ഇമാമിയങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നവരാണല്ലോ. അബൂ ഹനീഫ ഇമാം ഹിജ്റ 80-ലാണ് ജനിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരു നൂറ്റാണ്ട് പിന്നിട്ടതിന്റെ ശേഷം വന്ന ഈ ഇമാമിയങ്ങൾ അവർ ഈ ലോകത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്രം ക്രോഡീകരിക്കുകയും പഠിപ്പിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബും ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും ഒക്കെ രൂപപ്പെട്ടു വരുന്നതിന്റെ മുമ്പ് ഈ ലോകത്ത് ജീവിച്ച അനേകം മുസ്ലിമീങ്ങളുണ്ടല്ലോ, സ്വഹാബത്തും താബിഈകളും ഒക്കെ, അവരേത് മദ്ഹബായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നത് ഒരു ചോദ്യമായി പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട്, അല്ലെ? പക്ഷേ ആ ചോദ്യത്തിന്റെ മറുപടി ഞാൻ നേരത്തെ വിശദീകരിച്ചതിൽ വളരെ വ്യക്തമായി കാണാം. കാരണം പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണത്തിന് മുമ്പ് ജീവിച്ചവരാരും ഖുർആൻ ഓതിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്രോഡീകരിച്ച പരിശുദ്ധ ഖുർആൻ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് കോപ്പി എടുക്കുന്നത്. അന്ന് തന്നെ കോപ്പി എടുത്ത് കൊടുത്തയച്ചത് കേവലം 5 രാഷ്ട്രങ്ങളിലേക്കാണെന്ന് കാണാം. അപ്പോ ലോകത്ത് വ്യാപകമായി പരിശുദ്ധ ഖുർആന്റെ കോപ്പി ലഭിക്കുന്നത് പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞ. ഇങ്ങനെ പരിശുദ്ധ ഖുർആന്റെ കോപ്പി ലോകത്ത് വ്യാപകമാകുന്നതിന് മുമ്പ് ഈ ലോകത്തെ മുസ്ലിമീങ്ങൾ ആരും ഖുർആൻ ഓതിയിട്ടില്ല എന്നാണോ നാം പറയേണ്ടത്? അല്ല. കോപ്പി ആവശ്യമില്ലാത്ത ഒരു കാലത്ത് കോപ്പി എടുത്ത് കൊടുക്കേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അടിസ്ഥാന ആധാരം രേഖപ്പെടുത്തി വെച്ചെങ്കിലും അതിന്റെ കോപ്പി എടുത്ത് വിവിധ രാഷ്ട്രങ്ങളിലേക്ക് കൊടുത്തയച്ചില്ല. നിങ്ങൾ നോക്ക്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ 2 വർഷത്തെ ഭരണം അവസാനിച്ചതിന്റെ ശേഷം 10 വർഷത്തോളം ഭരണം നടത്തി ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സത്യത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചെന്ന് പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം ഒരു ആവശ്യമായി ആദ്യമായി അഭിപ്രായപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന സിദ്ദീഖ് തങ്ങളുടെ മറുചോദ്യത്തിന് ഹുവ വല്ലാഹി ഖൈർ, അല്ലാഹുവാണ് സത്യം, അതാണ് ഖൈർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിമിതമായ വാക്കുകളിൽ വളരെ ശക്തമായ മറുപടി എടുത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തിന് ശേഷം 10 കൊല്ലം ഭരിച്ചിട്ട് എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കോപ്പി എടുത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് കൊടുത്തയച്ചില്ല? നമ്മൾ ആലോചിക്കണം. അപ്പൊ കോപ്പി എടുത്തത്, അത് രേഖപ്പെടുത്തി വെച്ചത്, രേഖപ്പെടുത്തി വെക്കൽ ആവശ്യമാണെന്ന് തോന്നിയ സമയത്താ. കോപ്പി എടുത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് കൊടുത്തയച്ചത് അങ്ങനെ ഒരു പരിപാടി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട സമയത്താ. അത് ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്തേനു. അതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആന്റെ കോപ്പി കിട്ടിയതിന്റെ മുൻകാലത്ത് ജീവിച്ച മുസ്ലിമീങ്ങളാരും ഖുർആൻ ഓതിയിട്ടില്ല എന്നല്ലല്ലോ. അതുപോലെ തന്നെ മദ്ഹബുകൾ രൂപപ്പെടുന്നതിന്റെ മുമ്പ്, ഇസ്ലാമിക കർമ്മശാസ്ത്രം ഒരു പ്രത്യേക ഡിസിപ്ലിനായി രൂപപ്പെടുന്നതിന്റെ മുമ്പ് ആ ലോകത്ത് അക്കാലത്ത് ജീവിച്ച മഹാന്മാരാരും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ പരിചയപ്പെട്ടില്ല എന്നോ ഇസ്ലാമിക് ലോ അനുസരിച്ച് അവർ ജീവിച്ചില്ല എന്നോ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് അങ്ങനെ ഒരു പഠന ശാഖയെ, ഒരു പ്രത്യേക ഇമാമിനെ തെരഞ്ഞുപിടിച്ച് അവരെ ഡിപ്പെൻഡ് ചെയ്ത്
ഇത്തരം നിയമങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നതിനു പകരം വളരെ വ്യാപകമായി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്യുന്ന ആലിമീങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അക്കാലത്തൊരു വിഷയം വന്നാൽ ചോദിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കാലത്തെ പോലെയല്ല. കാരണം എത്രയോ മുജ്തഹിദുകൾ നിലവിലുള്ള കാലമാണിത്. അക്കാലത്ത് ഒരു വിഷയം വന്നാൽ അത് ചോദിക്കാൻ ധാരാളം പണ്ഡിതന്മാരുണ്ട്. അവരിൽ നിന്ന് വ്യക്തമായ മറുപടി ഇസ്ലാമിക പ്രമാണമനുസരിച്ച് തന്നെ ആ വിഷയത്തിന് ലഭിക്കുന്നത് കൊണ്ട്, ഏതൊരു വിഷയത്തിനും ലഭിക്കുന്നത് കൊണ്ട് അന്ന് പ്രത്യേകം ഒരു ഇമാമിനെ സ്വീകരിക്കുകയോ ഇമാമിനെ തെരഞ്ഞു പോവുകയോ ചെയ്യേണ്ട ഒരവസ്ഥ നിലവിലുണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് ചിത്രം മാറി. ലോകത്ത് ആലിമീങ്ങൾ കുറഞ്ഞു വന്നു. മാത്രമല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് മാത്രം 5 കോപ്പി എടുത്ത പരിശുദ്ധ ഖുർആനിനെ ക്രോഡീകരിക്കണമെന്ന ആവശ്യം ഉമർ റളിയല്ലാഹു അൻഹു ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ പിൽക്കാലത്ത് ഈ ലോകത്ത് ഈ രംഗത്ത് സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അന്ന് ചിന്തിക്കുകയും ഇസ്ലാമിക കർമ്മശാസ്ത്രം ക്രോഡീകരിച്ചു വെക്കേണ്ടതിന്റെ ആവശ്യകത ബഹുമാനപ്പെട്ടവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു ശ്രമകരമായ സംരംഭം ബഹുമാനപ്പെട്ടവർ ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി അവിടുന്ന് നിർവഹിക്കുകയും ചെയ്തത്. അള്ളാഹു അവിടത്തേക്ക് ജസാ നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, അതിന്റെ ശേഷം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ വഴി പല ഇമാമിയങ്ങളും തുടർന്നു. അതായത് ഗവേഷണം നടത്തുക എന്ന വഴിയല്ല, അത് അബൂ ഹനീഫ ഇമാമ് തുടങ്ങി വെച്ചതുമല്ല. നേരെ മറിച്ച് ഗവേഷണം നടത്തി കണ്ടെത്തുന്ന മതനിയമങ്ങളെ രേഖപ്പെടുത്തി വെച്ച് ക്രോഡീകരിച്ചു വരിക എന്നത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ തുടക്കമാണ്. ആ വഴി പിൽക്കാലത്ത് പല പണ്ഡിതന്മാരും പിന്തുടർന്നു. അങ്ങനെ ആ പിന്തുടരുന്നവരുടെ കൂട്ടത്തിൽ ലോകത്ത് പ്രശസ്തരായ കുറെ പണ്ഡിതന്മാരുണ്ട്. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരുടെ പുറമെ ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് അറിയപ്പെട്ട അനേകം വേറെയും പണ്ഡിതന്മാർ അക്കൂട്ടത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ ഏകദേശം ഹിജറ 500 വരെയെങ്കിലും ലോകത്ത് 4 മദ്ഹബിന്റെ അപ്പുറത്തുള്ള ചില മദ്ഹബുകളും നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 4 മദ്ഹബിന്റെ പുറത്തുള്ള ചില മദ്ഹബുകളും നിലനിന്നിരുന്നു. അതെന്തേ അക്കാലത്ത് വരെ നിന്നിട്ട് പിന്നെ ഇല്ലാതെയായി പോയത്? ഫത്ഹുൽ മുഈന്റെ ഹാഷിയായ തർശീഹിന്റെ മുഖദ്ദിമയിൽ ഏകദേശം 12ഓളം മദ്ഹബുകളെ എണ്ണി പറയുന്നത് കാണാം. 12ഓളം മദ്ഹബുകൾ. ആ മദ്ഹബുകൾ പലതും 500 വർഷം വരെ, 5 നൂറ്റാണ്ട് കാലം വരെ, അഥവാ ഹിജറ 500ഓളം വരെ നിലനിന്നിരുന്നതാ. പിന്നെ എന്തുകൊണ്ട് അതിന്റെ ഇപ്പുറത്തേക്ക് അത് നമുക്ക് കിട്ടിയില്ല? അതിന് കാരണം പറയുന്നത്, മദ്ഹബുകൾ നമുക്ക് കിട്ടുന്നത്, മദ്ഹബ് എന്ന് മാത്രമല്ല ഏത് വിഷയത്തിലുള്ള വിജ്ഞാനവും നമുക്ക് കിട്ടുന്നത്, ആ വിജ്ഞാനം നമുക്ക് ക്രോഡീകരിച്ചു തന്ന ഒരു ആലിമ്, അതിന് നേതൃത്വം നൽകിയ ഒരു മുജ്തഹിദിൽ നിന്ന്, ആ മുജ്തഹിദിനെ സ്വീകരിച്ചുകൊണ്ട് ആ വിജ്ഞാനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ ഒരുപാട് ഉണ്ടാകുമ്പോഴാണ്. ആ ആലിമീങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുകയും അത് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറി വരികയും ചെയ്യുമ്പോഴാണ് ആ വിജ്ഞാന ശാഖ നമുക്ക് കിട്ടുന്നത്. അത് ഫിഖ്ഹിന്റെ മാത്രം വിഷയമല്ല. നമ്മളെ ചികിത്സാ രംഗത്ത് നിങ്ങൾ നോക്കൂ, പാരമ്പര്യ വൈദ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവരെങ്ങനെ പാരമ്പര്യ വൈദ്യന്മാരായത്? അവർക്ക് ആ നോളേജ് എവിടുന്ന് കിട്ടി? അവരുടെ പിതാക്കന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയതാണ്. പക്ഷെ അങ്ങനെ വന്ന ഒരു പാരമ്പര്യ കുടുംബത്തിൽ ഒരു കാലത്ത് പിതാവിന് കൈമാറാൻ പറ്റിയ ആരും ഇല്ലാതെ പോയിരുന്നുവെങ്കിൽ ആ വൈദ്യശാസ്ത്രം പിൻതലമുറയിൽ എത്തുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പല മദ്ഹബുകൾക്കും ഇതുപോലെ സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ ആ മദ്ഹബുകൾ സ്വീകരിക്കുകയും ആ മദ്ഹബുകൾക്ക് വേണ്ടി സേവനം ചെയ്യുകയും അതിന്റെ ക്രോഡീകരണ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്ത ആലിമീങ്ങളുടെ എണ്ണം നിലവിലുള്ള 4 മദ്ഹബുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പിൽക്കാലത്ത് ആ മദ്ഹബുകൾ അടുത്ത നൂറ്റാണ്ടിലേക്ക് കൈമാറാൻ ആളുകളില്ലാതെ പോയി. അതിന്റെ ക്രോഡീകരണം നടക്കാതെ പോയി.
അതുകൊണ്ടാണ് ഇക്കാലത്ത് നമുക്ക് ആ മദ്ഹബ് ലഭിക്കാതെ പോയത്. ലഭിച്ചിരുന്നെങ്കിൽ ആ മദ്ഹബ് നമുക്ക് തഖ്ലീദ് ചെയ്യാമായിരുന്നു. ഇപ്പൊ ചിലര് ചോദിക്കും, 4 മദ്ഹബേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, അഞ്ചാമത്തെ ഒന്നും ഉണ്ടാവൂല എന്ന് പറ്റൂല എന്ന് ഖുർആനിലുണ്ടോ? അത് ഖുർആനിൽ ഉണ്ടായിട്ടല്ല, 4 മദ്ഹബേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ പിന്നെ 4 സ്വീകരിക്കാൻ പറ്റുള്ളൂ. 4 നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ പിന്നെ അഞ്ചാമത്തൊന്നും സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തന്നെ അവിടെ പ്രസക്തി ഇല്ല. 5 ലഭ്യമാകുമ്പോഴാണ് ആ അഞ്ചാമത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഇപ്പൊ ചൈനയിലുണ്ടൊരു ചികിത്സ, നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് അതെന്താ അവിടെ നടത്താത്തതെന്ന് വെച്ചാൽ ഇവിടെ അത് ലഭ്യമില്ലാത്തതുകൊണ്ട്. ഇവിടെ എത്തിയാൽ നടത്തിക്കൂടെ? നടത്താം, അത്രേ ഉള്ളൂ. അവിടേക്കുള്ള ചികിത്സ കേരളത്തിൽ എത്തിയാൽ നമുക്ക് കേരളത്തിൽ നടത്തുന്നതിന് വിരോധമൊന്നുമില്ല. അതേ സ്ഥാനത്ത് എത്തിയില്ല, അതുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റണില്ല എന്നതുപോലെയാണ് 5-മത്തെയും 6-മത്തെയൊക്കെ മദ്ഹബിന്റെ അവസ്ഥ. ഞാൻ പറഞ്ഞത് 4 മദ്ഹബേ നമുക്ക് ഇക്കാലം വരെ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ആ 4-ൽ 1 സ്വീകരിക്കുകയല്ലാതെ നമുക്ക് നിവൃത്തില്ല. 4ഉം സ്വീകരിക്കാതെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാനൊരു വിവാദ വിഷയത്തിലേക്ക് കടക്കില്ല. ആദർശ ചർച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് രാത്രിയുണ്ട്. പക്ഷേ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഒരു ആമുഖം പറയുമ്പോൾ നമുക്ക് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. നോക്കൂ നിങ്ങൾ, 4 മദ്ഹബിനെ നാം സ്വീകരിക്കുമ്പോൾ ഇവിടെ പലപ്പോഴും ഉയർന്നു വരുന്ന പല ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് ഇങ്ങനെ ഒരു മദ്ഹബ് സ്വീകരിക്കുന്നത്? നമുക്ക് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ആ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ പോരെ? നമുക്കൊരു മദ്ഹബിന്റെ ആവശ്യമുണ്ടോ? എന്താ മറുപടി? കേട്ടോളൂ. പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു മദ്ഹബിന്റെയും ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞാൽ, അതൊന്ന് വിശദീകരിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക പ്രമാണവും മദ്ഹബും രണ്ടും രണ്ടാണെന്ന തെറ്റിദ്ധാരണ ആദ്യമേ ഒഴിവാക്കുക. സത്യത്തിൽ ഇവിടെ ഉള്ളത് എന്താ? ഇസ്ലാമിക പ്രമാണത്തെ പ്രായോഗികമായി നമുക്ക് എത്തിച്ചു തരികയാണ് മദ്ഹബുകൾ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇസ്ലാമിക പ്രമാണത്തെ തിരസ്കരിച്ചുകൊണ്ട് അതിനൊരു പാരലൽ സംവിധാനം കൊണ്ടുവരികയല്ല മദ്ഹബിന്റെ പണി. ഞങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു പണിയെടുക്കുന്നവരല്ല നമ്മുടെ ഇമാമിങ്ങൾ, അങ്ങനെ ഒരു പണിയെടുക്കുന്നവരല്ല നമ്മുടെ കഴിഞ്ഞകാല തലമുറ. ലോകത്ത് മദ്ഹബുകൾക്ക് ഇത്രമേൽ സ്വീകാര്യത ലഭിക്കാനുള്ള കാരണം എന്താണ്? അത് എല്ലാ പണ്ഡിതന്മാരും സാധാരണക്കാരായ ആളുകളും മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും അതിന്റെ ഹാദിമികളുടെയും വിശ്വാസവും അവരുടെ വ്യക്തി ജീവിതത്തിലെ വിശുദ്ധിയും അവരുടെ അഗാധമായ പാണ്ഡിത്യവും കണ്ട് ബോധ്യപ്പെട്ട ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ആ മദ്ഹബിനെ ലോകം ഇത്രമേൽ സ്വീകരിച്ചത്. വെറും തിയറി മാത്രമായിരുന്നില്ല അവരുടെ ജീവിതം. അവരുടെ ജീവിതം പ്രാക്ടിക്കൽ ഇസ്ലാമായിരുന്നു. അപ്പൊ ഇസ്ലാമിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് കണ്ടുപഠിച്ചവരാണ് നമ്മുടെ കഴിഞ്ഞ തലമുറ. അപ്പൊ നമുക്ക് പറയാനുള്ളത്, ആദ്യമായി തന്നെ മദ്ഹബ് എന്തിന് പ്രമാണം പോരെ എന്നൊരു ചോദ്യം വരുന്നത് തന്നെ മദ്ഹബ് ഒരു സ്ഥലത്തും പ്രമാണം മറ്റൊരു സ്ഥലത്തും നിൽക്കുന്നു എന്ന തെറ്റായ കാഴ്ചപ്പാടില്ലെന്നാണ്. അതൊട്ടും ശരിയല്ല. നേരെ മറിച്ച് പ്രമാണങ്ങളെ വിശദീകരിച്ച് നമുക്ക് പ്രായോഗിക രൂപത്തിൽ അവതരിപ്പിച്ചു തരിക മാത്രമാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഞാൻ അതിനൊരു നാടൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വ്യാഖ്യാനിക്കാൻ അധികാരമുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് നമ്മുടെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിനെ വ്യാഖ്യാനിച്ചാൽ അവിടെ ആരും ചോദിക്കാറില്ല ഭരണഘടനയാണോ അനുസരിക്കേണ്ടത്, സുപ്രീം കോടതിയാണോ അനുസരിക്കേണ്ടത്. കാരണം ഭരണഘടന ഒന്ന് വേറെയും സുപ്രീം കോടതി പറഞ്ഞതൊന്ന് വേറെയുമല്ല. ആ ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിളിനെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രായോഗിക തലത്തിൽ നാം ആ ഭരണഘടനാ ആർട്ടിക്കിളിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിനെ സ്വീകരിക്കുന്നത് ഈ സുപ്രീം കോടതിയിലൂടെയാണ്. സുപ്രീം കോടതിയുടെ വ്യാഖ്യാനം തള്ളിക്കൊണ്ട് നമുക്ക് ഈ ഭരണഘടന സ്വീകരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കില്ല? ഭരണഘടന തന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ അധികാരപ്പെട്ടവർ ആരാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയപ്രകാരം ആർക്കാണോ അധികാരമുള്ളത് അവരുടെ വ്യാഖ്യാനത്തിലൂടെയാണ് നാം ആ ഭരണഘടനയിലേക്ക് എത്തേണ്ടത്. അതുപോലെ പരിശുദ്ധ ഖുർആൻ തന്നെ ഈ പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളവർ ആരാണെന്ന് പറയുന്നുണ്ട്. വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അല്ലാഹു തആല ഒരു സ്ഥലത്ത് പഠിപ്പിച്ചു. അതുപോലെ തന്നെ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും.
നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ അടക്കമുള്ള മുഫസ്സിരീങ്ങൾ അവർ ഫിഖ്ഹിന്റെ ആളുകളാണ്, അവർ ആലിമീങ്ങളാണ് എന്ന് വ്യാഖ്യാനം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനാണ് ആരാണ് ഈ പരിശുദ്ധ ഖുർആനെ വിശദീകരിക്കേണ്ടത്, പ്രമാണങ്ങളെ ആരാണ് വിശദീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ഭരണഘടന, നമ്മുടെ ഭരണഘടനയെ വിശദീകരിക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്ന് പറഞ്ഞപ്പോ ആ അധികാരമുള്ളവരിൽ നിന്ന് വ്യാഖ്യാനം സ്വീകരിച്ചുകൊണ്ടാകണം ഭരണഘടനയെ നാം പിൻപറ്റേണ്ടത്, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ടത് എന്നതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും അധികാരവും അവകാശവും അർഹതയുമുള്ള ആളുകൾ ആരാണോ അവരിൽ നിന്നാണ് നാം പരിശുദ്ധ ഖുർആനിന്റെ ആശയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഹദീസിന്റെ ആശയവും സ്വീകരിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭാഗത്ത് ഇവിടെയുള്ളത് പ്രമാണങ്ങളെ അത് വിശദീകരിക്കാൻ യോഗ്യതയുള്ള മഹാന്മാരുടെ വിശദീകരണത്തിലൂടെ മാത്രം സ്വീകരിക്കുന്ന ഒരു വിഭാഗവും, അതേ സ്ഥാനത്ത് പ്രമാണങ്ങളെ വിശദീകരിക്കാൻ ആർക്കും അധികാരമുണ്ടെന്ന തെറ്റായ കാഴ്ചപ്പാടിലൂടെ ഏത് സാധാരണക്കാരന്റെയും കയ്യിലെ കളിപ്പാട്ടം പോലെ അള്ളാഹുവിന്റെ കലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് ആ വഴിക്ക് നീങ്ങുന്ന മറ്റൊരു വിഭാഗവുമാണ് സത്യത്തിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഈ പ്രമാണങ്ങളെ കളിപ്പാട്ടമാക്കുന്ന വിഭാഗമാണ് എന്തിനാണ് മദ്ഹബ് എന്ന് ചോദിക്കുന്നത്. സത്യത്തിൽ മദ്ഹബ് എന്നത് ഒരു പാരലൽ സംവിധാനമല്ല, പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തിനോ ഉള്ള ഒരു പാരലൽ സംവിധാനമല്ല. നേരെ മറിച്ച് അത് പരിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുകയാണ്, തിരുസുന്നത്തിനെ വിശദീകരിക്കുകയാണ്. ആ വിശദീകരണം അതിന്റെ ശരിയായ സോഴ്സിലൂടെ വരുന്നത് ഈ മദ്ഹബുകളായ മുജ്തഹിദുകളിലൂടെ വരുമ്പോഴാണ്. ആ മുജ്തഹിദുകൾ ലോകത്ത് പലരും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ വർത്തമാന കാലത്ത് ഇന്നത്തെ മുസ്ലിമീങ്ങളായ നമുക്ക് പരിശുദ്ധ ഖുർആൻ എന്ന അടിസ്ഥാന പ്രമാണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണവും അത് സ്വീകരിക്കണമെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച ഇമാമുകളിലൂടെ നമുക്കത് കിട്ടണം. അങ്ങനെ കിട്ടിയിട്ടുള്ളത് ഈ 4 മദ്ഹബ് മാത്രമാണ്, അല്ലാത്ത കിട്ടിയിട്ടില്ല. അഞ്ചാമത്തെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ അഞ്ചാമത്തെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ വരാൻ സാധ്യതയുള്ള പലപ്പോഴും വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണേ. ആ ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതെന്താണ് ആ ചോദ്യം? അതിനൊരു മറുപടി ഞാൻ നേരത്തെ പറയുകയും ചെയ്തു. ആ ചോദ്യത്തിന് മറ്റൊരു മുഖമുണ്ട്, അതുകൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുകയാണ്. അതെന്താ അതിന് മറ്റൊരു മുഖം? ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നവരല്ലേ, അതിന്റെ മുമ്പ് ജീവിച്ചവർക്കൊന്നും മദ്ഹബ് ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ പിൽക്കാലത്ത് വന്നവരെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിന്റെ മുമ്പുള്ളവരെയാണോ സ്വീകരിക്കേണ്ടത് എന്നൊരു ചോദ്യം വരാറുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടിയൊക്കെ എന്റെ വിശദീകരണത്തിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് താത്വികമായൊരു മറുപടി പറയാനല്ല, നേരെ മറിച്ച് ബുദ്ധിപരമായി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ നേരിടാനുള്ള ഒരു മറുചോദ്യം പഠിപ്പിക്കാൻ. അതെന്താ? നിങ്ങൾ നോക്ക്, മദ്ഹബിന്റെ ഇമാമിങ്ങളെ മാറ്റിവെക്കണം എന്ന് പറയുന്നവർ അതിന് കാരണം പറഞ്ഞത് അവർ പിൽക്കാലത്ത് വന്നവരാണ് എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ഇതിനൊരു റിയാക്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മദ്ഹബിന്റെ ഇമാമിങ്ങളെ മദ്ഹബിനെ മാറ്റിവെക്കണം എന്ന് പറയുന്നവർ അതിന് കാരണമായി പറയുന്നത് മദ്ഹബിന്റെ ഇമാമിങ്ങൾ പിൽക്കാലത്ത് വന്നവരാണ്, അവർ മുമ്പുണ്ടായിരുന്നില്ല എന്നാണ്. സ്വാഭാവികമായി നമുക്ക് അവിടെ ഒരു ചോദ്യം ചോദിക്കാം, മദ്ഹബിന്റെ ഇമാമിങ്ങളെ മാറ്റിവെച്ചിട്ട് നാം എങ്ങനെ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കും? അപ്പോൾ അവരുടെ മറുപടി മിക്കവാറും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കും എന്നായിരിക്കും. അവിടെ നമുക്കൊരു ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അവർ പറയേണ്ടി വരും ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നൊക്കെ നമ്മളത് മനസ്സിലാക്കണം എന്ന്. മനസ്സിലായോ? ഇവിടെ നമുക്ക് തീർച്ചയായും അവരോടൊരു മറുചോദ്യം ചോദിക്കാം. അതായത് ഈ ബുഖാരിയും മുസ്ലിമും ഒക്കെ പിൽക്കാലത്ത് വന്നവരല്ലേ? നിങ്ങൾ മദ്ഹബിന്റെ ഇമാമിങ്ങളെ മാറ്റി നിർത്തണം എന്ന് പറയാൻ എന്തൊരു കാരണമാണോ പറഞ്ഞത്, അവർ പിൽക്കാലത്ത് വന്നവരാണ്. ആ കാരണം കൊണ്ട് മാറ്റി നിർത്തപ്പെടുകയാണെങ്കിൽ അതേ കാരണമുള്ളവരാണല്ലോ ഈ ബുഖാരിയും മുസ്ലിമും ഒക്കെ. കാരണം നോക്കൂ നിങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും വഫാത്തായതിന്റെ ശേഷമാണ് ഇമാം ബുഖാരി വഫാത്താകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹിജ്റ 241 ലോകത്ത് അവസാനം
വഫാത്തായ മദ്ഹബിന്റെ ഇമാമ് ഉള്ളത്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ കൂട്ടത്തിലാട്ടോ ഞാൻ പറയുന്നത്, അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു. എന്നാൽ ഇമാം ബുഖാരി വഫാത്താകുന്നത് ഹിജ്റ 256 12 കൊല്ലം കഴിഞ്ഞിട്ട്, 13 കൊല്ലം കഴിഞ്ഞിട്ട്. ഇങ്ങനെ അഹമ്മദ് ഹംബൽ 241, അതുപോലെ തന്നെ ഇമാം ബുഖാരി 56, 41, 56 അല്ലെ, 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്താകുന്നത്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി വഫാത്താകുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ജനിക്കുന്നതാകട്ടെ ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ അവസാനം ജനിച്ച ആള് ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അത് ഹിജ്റ 164. എന്നാൽ ഇമാം ബുഖാരിയാണ് ഇന്ന് ലോകത്തറിയപ്പെട്ട മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ നേരത്തെ ജനിച്ച ഇമാമ്. ആ ഇമാം ബുഖാരിയുടെ ജനനം ഹിജ്റ 194. അഥവാ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ 4-മനായ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ച് 30 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ജനിക്കുന്നത്. അതുപോലെ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി വഫാത്താകുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മുൻകാലത്ത് ഇല്ലായിരുന്നുവല്ലോ, പിൽക്കാലത്ത് വന്നവരല്ലേ മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്ന് കാരണം പറഞ്ഞ് മദ്ഹബിനെ തള്ളുന്ന ചിലർ, സത്യത്തിൽ അവർ സ്വാഭാവികമായും പറയാറുള്ളത് നമുക്ക് സുന്നത്തിൽ നിന്നും ഖുർആനിൽ നിന്നുമാണ് ദീൻ മനസ്സിലാക്കുക എന്നാണ്. അതൊക്കെ വെറുതെ പറയുകയാണ്. ഞാൻ പലതവണ അത് ക്ലാസ് റൂമുകളിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമാവുന്ന സമയത്ത് നമുക്കിനി അത് എത്രയും വിശദീകരിക്കാം. ഇതൊക്കെ വെറുതെ പറയാ. പരിശുദ്ധ ഖുർആനെയും സുന്നത്തിനെയും ഇമാമിങ്ങളുടെ റൂട്ടിലൂടെ അല്ലാതെ സ്വീകരിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. പലപ്പോഴും നമ്മളത് വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതാർക്കും ഏറ്റെടുത്ത് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാലം. അപ്പൊ ഞാൻ പറയുന്നത്, മദ്ഹബിന്റെ ഇമാമിങ്ങളെ മാറ്റി നിർത്തണം, കാരണം ഒരു പിൽക്കാലത്ത് വന്നവരാ എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ചോദിക്കാം, പിന്നെ എങ്ങനെയാ നമ്മൾ ദീൻ പഠിക്കുക? അപ്പൊ ഇതിന്റെ മറുപടി എന്താ? ഖുർആനെന്നും ഹദീസെന്നും. ഹദീസ് എവിടുന്നാ കിട്ടുക? ബുഖാരി എന്നും മുസ്ലിം എന്നും. ഈ ബുഖാരി മുസ്ലിമും എന്നുണ്ടായതാ? മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ 4-മനായ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇമാം ബുഖാരി ജനിക്കുന്നത്. അപ്പം മദ്ഹബിന്റെ ഇമാമിങ്ങൾ പിൽക്കാലത്ത് വന്നവരാണെന്ന് പറഞ്ഞ് അവരെ തള്ളുകയാണെങ്കിൽ, അതും കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞ് ജനിച്ച ഇമാം ബുഖാരിയെ തള്ളണ്ടേ? അതോടെ വിഷയം കഴിഞ്ഞല്ലോ. അതോടെ വിഷയം കഴിഞ്ഞു. കാരണം എന്താ? പിൽക്കാലം എന്ന ആ പരാതി അതോടെ തീർന്നു. അപ്പരാതി അവിടെ തീർന്നു. ഇനി പിൽക്കാലത്തുകാരാണെന്ന് പറഞ്ഞിട്ട് ആരെയും തള്ളാൻ പറ്റൂല എന്നായി, അല്ലെങ്കിൽ പിന്നെ എല്ലാവരെയും തള്ളണമെന്നുമായി. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്ഹബിന്റെ ഇമാമികൾ ഈ ലോകത്തിന് വലിയ സംഭാവന ചെയ്ത മഹാന്മാരാ. വലിയ സംഭാവന, ചെറുതൊന്നുമില്ല. ആ മദ്ഹബിന്റെ ഇമാമിങ്ങൾ അന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ക്രോഡീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോക മുസ്ലിമീങ്ങൾ എത്രയോ തട്ടുകളിലായിരിക്കും. ഇന്ന് പലരും പറയാറുള്ളത് എന്താ? പലരും എന്ന് പറഞ്ഞാൽ ഈ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന ഈ ചെറിയൊരു വിഭാഗം, അവരെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവര് പറയാറുള്ളത് എന്താ? മദ്ഹബ് സ്വീകരിച്ചത് കൊണ്ട് മുസ്ലിം ഉമ്മത്ത് 4 തട്ടിലായി എന്നാണ്. അല്ലെ? മദ്ഹബ് സ്വീകരിച്ചത് കൊണ്ട് മുസ്ലിം ഉമ്മത്ത് 4 തട്ടിലായി. ഓക്കെ, നമ്മൾ സമ്മതിക്കുന്നു, മുസ്ലിം ഉമ്മത്ത് 4 തട്ടിലായി. പക്ഷെ ആ തട്ട് തമ്മിലുള്ള വ്യത്യാസം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. പക്ഷെ 4 തട്ടിലായി എന്നത് പ്രഥമ ദൃഷ്ടിയെ അംഗീകരിച്ചാൽ തന്നെ മദ്ഹബ് ഇല്ലായിരുന്നുവെങ്കിൽ 4 കോടി തട്ടിലാകുമായിരുന്നു എന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. മദ്ഹബ് ഉള്ളത് കൊണ്ട് 4 തട്ടിലല്ലേ ആയുള്ളൂ. മദ്ഹബ് ഇല്ലെങ്കിലോ ചിലപ്പോ 4 കോടി തട്ടിലാവും. അതെന്താ അങ്ങനെ? ഓരോരുത്തർക്കും ഓരോ മദ്ഹബാവും. ഓരോരുത്തർക്കും ഓരോ മദ്ഹബാവും. അങ്ങനെ വന്നാൽ പിന്നെ എത്ര കാഴ്ചപ്പാടുകൾ നമ്മുടെ ലോകത്തുണ്ടാവും. ഇന്നിപ്പോ ഈ മദ്ഹബിനെ തള്ളിപ്പറയുന്ന ആളുകളുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? അവരുടെ പ്രസ്ഥാനത്തിൽ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തെ ഓരോരുത്തരും കാണുന്നത് ഓരോ കാഴ്ചപ്പാടിലാണ്. എത്രത്തോളം ശിർക്ക് തൗഹീദിൽ പോലും പല കാഴ്ചപ്പാടാ. അതെന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ ഇമാമിങ്ങളെ തള്ളിപ്പറഞ്ഞത് കൊണ്ട് വന്നതാ. നമ്മളെ നാട്ടിലുണ്ട് ചില ബിരുദന്മാര്, എന്താ ചെയ്യല്? ചിലപ്പോ 2 പാർട്ടിയായി ഒരു നാട്ടിലെ ജനങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നുവെങ്കിൽ അയാൾ പറയും, നമ്മളിങ്ങനെ ഭിന്നിച്ചിരിക്കാൻ പാടില്ല, നമ്മൾ ഐക്യപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് ഞാനിതാ പുതിയൊരു പാർട്ടി ഉണ്ടാക്കണം, നിങ്ങൾ എല്ലാവരും ഇതിൽ ചേരണം, നമ്മൾ ഭിന്നിക്കാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ ഐക്യപ്പെടണം എന്റെ കൂടെ കൂടിയിട്ട് എന്ന് 3ാമത്തെ ഒരു പാർട്ടി ഉണ്ടാക്കും. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് തോന്നും അത് ശരിയാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അതിലും കൂടും. ഇപ്പൊ പാർട്ടി എത്ര എണ്ണായി? 3 എണ്ണായി അല്ലേ? നേരത്തെ 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പൊ ഇവന്റെ സേവനം കൂടി വന്നപ്പത്രായി 3 ഇനി വേറൊരുത്തന്റെ സേവനം ഈ 3 ഭിന്നിച്ച് നിൽക്കുമ്പോൾ അത് യോജിപ്പിക്കാൻ വേണ്ടി 3ാമത്തെ ഒരുത്തം വേറൊന്നുണ്ടാക്കി വന്നാല് അപ്പൊ 4 അങ്ങനെ യോജിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ വരുന്നോ അതിനനുസരിച്ച് എണ്ണം അങ്ങനെ കൂടുക എന്നല്ലാതെ എണ്ണം കുറക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പിൻപറ്റിയത് ഈ മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കാനുള്ള താല്പര്യം കൊണ്ടാണ്, അല്ലാതെ പക്ഷപാതത്തിന് വേണ്ടിയല്ല. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പക്ഷപാതികളല്ലായിരുന്നു, അവര് വാശിക്കാരല്ലായിരുന്നു, ദുരഭിമാനക്കാരല്ലായിരുന്നു. മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഏറെ ആദരവോടെ മാത്രം പരസ്പരം പെരുമാറിയിരുന്ന മഹാന്മാരാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു എന്ന മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ 2ാമനായി നാം പറയാറുള്ള ബഹുമാനപ്പെട്ട ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളികൾ ദർസ് നടത്തിയ മഹാന. ആ മാലിക് ഇമാമിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി ഓതിപ്പടിച്ച മഹാനാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിനോട് വല്ല വിദ്വേഷം മാലിക് ഇമാമിനുണ്ടായിരുന്നോ? മാലിക് ഇമാമിനോട് വല്ല എതിർപ്പും ഷാഫി ഇമാമിനുണ്ടായിരുന്നോ? ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മാത്രമല്ല അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിടത്തിൽ വളരെ ആദരവോടെ സിയാറത്ത് ചെയ്യാറുള്ള ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന് വല്ല വിഷമവും വന്നാൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ പോയി സിയാറത്ത് ചെയ്ത് ദുആ ചെയ്യാറായിരുന്നു പതിവ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ വിഷമങ്ങൾ തീരുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒക്കെ നടക്കുന്നത് മദ്ഹബിന്റെ ഇമാമിങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളല്ല, അവര് തമ്മിലുള്ള കൊമ്പുകൂർക്കലല്ല, അവര് തമ്മിലുള്ള ഏറ്റുമുട്ടലുകളില്ല. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളവർ അവരവർക്ക് ലഭ്യമായ ന്യായങ്ങളും തെളിവുകളും അടിസ്ഥാനമാക്കി ഒരു വിഷയത്തെ വ്യാഖ്യാനിച്ചപ്പോൾ എല്ലാം ശരിയായി. മനുഷ്യ ശരീരത്തിന് വരുന്ന രോഗങ്ങളെ മറികടക്കാൻ, അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കാൻ, രോഗത്തെ ഭേദമാക്കാൻ ഇവിടെ പല മരുന്നുകളും പ്രയോഗിക്കാറുണ്ട്. പക്ഷേ അലോപ്പതിയിലെ റിസർച്ചും ആയുർവേദത്തിന്റെ റിസർച്ചും ഒരുപോലെയല്ല. ഒരേ ശരീരത്തെ കുറിച്ചാണ് രണ്ടും പഠനം നടത്തുന്നത്. പക്ഷേ രണ്ടും നമ്മോട് നിർദ്ദേശിക്കുന്നത് തികച്ചും വ്യതിരക്തമായ 2 മരുന്നുകളും തികച്ചും വ്യതിരക്തമായ 2 നിയമങ്ങളുമാണ്. ഒരു കൂട്ടർ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റു ഒരു വിഭാഗം അത് കഴിക്കണം എന്ന് പറയുന്നു. വേറൊരു വിഭാഗം ഇറച്ചിയും മീനും ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ഇറച്ചിയും മീനൊക്കെ തിന്നോളൂ എന്ന് പറയുകയാണ്. അല്ലെ? ഒരേ ശരീരത്തെ കുറിച്ചാണ് ഒരേ കാലയളവിൽ 2 മദ്ഹബിന് 2 കാഴ്ചപ്പാടുണ്ടാകുന്നത്. ഇവിടെ അലോപ്പതിയും ആയുർവേദവും മനുഷ്യ ശരീരത്തെ റിസർച്ച് ചെയ്യുന്ന അതിന്റെ 2 മദ്ഹബുകളാണെങ്കിൽ, ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളാകുന്ന അതിന്റെ പ്രമാണങ്ങളാകുന്ന പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും റിസർച്ച് ചെയ്യുന്ന 2 വ്യത്യസ്ത മദ്ഹബുകളാണ് ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെയും ഷാഫി ഇമാമിന്റെയും മദ്ഹബ്. അതുപോലെ തന്നെ വേറെ 2 മദ്ഹബുകളാണ് അബൂ ഹനീഫ ഇമാമിന്റെയും അംബലി ഇമാമിന്റെയും മദ്ഹബ്. ഈ 4 മദ്ഹബുകൾ 4ആയി നാം മനസ്സിലാക്കുമ്പോൾ തന്നെ അത് 4ഉം ഒന്നാണെന്ന് നമ്മൾ വിചാരിക്കുക. എന്തുകൊണ്ടാണ് അത് ഒന്നാണെന്ന് നാം വിചാരിക്കേണ്ടി വരുന്നത്, ഒന്നാണെന്ന് വിധി എഴുതേണ്ടി വരുന്നത്? 4ന്റെയും സോഴ്സ് ഒന്നാണ്. അവിടെയാണ് വിഷയം. 4ന്റെയും സോഴ്സ് ഒന്നാണ്. ഇത് 4ഉം രൂപപ്പെട്ടു വന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. 4ഉം രൂപപ്പെട്ടു വന്നത് പരിശുദ്ധമായ ഹദീസുകളിൽ നിന്നാണ്. 4ഉം രൂപപ്പെട്ടു വന്നത് വിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങളിൽ നിന്നാണ്. 4ഉം വ്യത്യസ്ത വഴികളിൽ നിന്ന് വന്നതല്ല, ഒരു വഴികളിൽ നിന്ന് വന്നതാണ്. ഏതുപോലെ ഒരു മാവ് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ ആ മാവിന്റെ മുരട് ഒന്നാണ്, തടി ഒന്നാണ്, എല്ലാം ഒന്നാണ്. പക്ഷെ ആ തടിയിൽ നിന്ന് വ്യത്യസ്ത ശിഖിരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, പല കൊമ്പുകൾ, ശാഖകൾ പിരിഞ്ഞു പോയിട്ടുണ്ടാകും. ആ കൊമ്പുകളിൽ നിന്ന് പിന്നെയും ഉപശാഖകൾ ഉണ്ടാകും. ആ ഉപശാഖകളുടെ തലയിലാണ് നമുക്ക് ലഭിക്കുന്ന മാമ്പഴമുള്ളത്. അവിടെ ആ കൊമ്പിൽ നിന്ന് കിട്ടുന്ന മാമ്പഴവും ഈ കൊമ്പിൽ നിന്ന് കിട്ടുന്ന മാമ്പഴവും വ്യത്യസ്തമാണ്. പക്ഷേ 2ഉം ഒന്ന് തന്നെയാണ്. കാരണം എന്താ? 2ഉം ഒരേ റൂട്ടിൽ നിന്നാണ് വന്നത്. 2ഉം വന്നത് ഒരേ റൂട്ടിൽ നിന്നാണ്. 2ഉം വന്നത് ഒരേ സോഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് 2ഉം 2 മാമ്പഴമാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം 2നെയും ഒരുപോലെയാണ് കാണുന്നത്. അതേപോലെ നിങ്ങൾ നോക്ക്, ഒരു മദ്ഹബിന്റെ ഇമാമ് ഈ ലോകത്ത് അവർ ചെയ്യുന്ന സംഭാവന നമുക്ക് ഉദാഹരിച്ച് കാണിക്കാൻ പറ്റിയ ഒന്നാണ് ഈ മാമ്പഴത്തിലൂടെ ഞാൻ പറഞ്ഞത്. കാരണം സാധാരണക്കാരായ നമുക്ക് മാമ്പഴം ലഭിക്കുന്നത് ഇങ്ങേ അറ്റത്ത് നിന്നാണ്. അല്ലെ? ഒരു മാവിന്റെ മുരട്ടിൽ നിന്ന് മാമ്പഴം കിട്ടില്ല.
അതിന്റെ തടിയിൽ നിന്ന് മാമ്പഴം കിട്ടില്ല, അതിന്റെ അടിസ്ഥാന ശിഖരങ്ങളിൽ നിന്ന് മാമ്പഴം കിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഉപശിഖരങ്ങളുടെ തുടക്കത്തിൽ നിന്ന് മാമ്പഴം കിട്ടില്ല. അതിന്റെ ഇങ്ങേ തലയിൽ നിന്നാണ് നമുക്ക് മാമ്പഴം ലഭിക്കുന്നത്. നമ്മുടെ മദ്ഹബിനെ നിങ്ങൾ നോക്ക്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ എന്ന അടിസ്ഥാന പ്രമാണം അടിവേരവിടെയുണ്ട്. അതിന്റെ ഇപ്പുറത്ത് തടിയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാകുന്ന തടി. അതുപോലെ തന്നെ ഇപ്പുറത്ത് കൊമ്പുകൾ 3-4 പോയിട്ടുണ്ട് മദ്ഹബിന്റെ ഇമാമിങ്ങൾ. ആ കൊമ്പുകളിൽ നിന്ന് പിന്നെയും ഉപകൊമ്പുകളും ശിഖരങ്ങളും പിന്നെയും വന്നിട്ടുണ്ട്. അതാണ് ഓരോരോ മദ്ഹബിന്റെയും ഹാദിമീങ്ങളാകുന്ന അതിന്റെ വിവിധ കാറ്റഗറിയിൽ നിൽക്കുന്ന മുജ്തഹിദുകൾ. ആ മുജ്തഹിദുകളിൽ നിന്നെല്ലാം ഈ ഒരു വിവരം വരുന്നത്, ഇതെല്ലാം വരുന്നത് അടിസ്ഥാനമായ അടിവേരാകുന്ന പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അവിടുന്ന് അങ്ങോട്ട് പോന്നിട്ട് നമുക്ക് ഒരു വിവരം കിട്ടുന്നത് ഈ മാമ്പഴം നമുക്ക് മാവിൽ നിന്ന് കിട്ടുന്നത് പോലെ അതിന്റെ ഒരറ്റത്ത് നിന്നാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞത് എന്താണെന്ന് നോക്കിയിട്ടാണ് മദ്ഹബിന്റെ നിയമം ഈ വിഷയത്തിൽ എന്താണ്, മദ്ഹബിന്റെ കാഴ്ചപ്പാട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷാഫി ഇമാമിന്റെ കിതാബ് നോക്കിയിട്ടല്ല. കാരണം എന്താ? മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ അത് ഇങ്ങേ തലക്കെന്ന് കിട്ടണം. അപ്പൊ ആ നിലക്കാണ് നമ്മുടെ മദ്ഹബുള്ളത്. ഞാൻ പറഞ്ഞത് തമ്മിൽ കൊമ്പ് കോർക്കലോ തമ്മിൽ വിദ്വേഷമോ സംഘട്ടനമോ ഒന്നുമില്ലാതെ തീർത്തും ആദരണീയമായ ശൈലിയിലാണ് മദ്ഹബിന്റെ ഇമാമുകൾ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് മദ്ഹബുകളെന്നും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ അത് മനസ്സിലാക്കാൻ മദ്ഹബുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും മാത്രമാണ് ഞാൻ ഇത്ര സമയം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, മദ്ഹബുകൾ എന്തിനാണെന്ന് ചോദ്യം ചോദിക്കുന്നവർക്ക് മറുപടി ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മദ്ഹബ് പിൽക്കാലത്തുണ്ടായതല്ലേ, അതിന്റെ മുമ്പന്നല്ലേ ഖുർആനും സുന്നത്തൊക്കെ, നമ്മൾ അതനുസരിച്ചല്ലേ ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയും മറുചോദ്യവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അടിവരയിട്ട് മനസ്സിലാക്കുകയും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം പ്രായോഗികമായി നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചു എന്ന മദ്ഹബിന്റെ ഇമാമിങ്ങളെന്ന നിസ്തുലരായ സേവകന്മാരെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം അധപ്പതിച്ചു പോയാൽ അത് നമ്മുടെ മൊത്തം അധപ്പതനത്തിന്റെ തുടക്കമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സമുദായത്തിലെ ഒരു ന്യൂനപക്ഷം ആ ലെവലിന് ചിന്തിക്കുമ്പോഴും ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ വരവും അതിന്റെ റൂട്ടും വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഈ മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാരും പണ്ഡിതന്മാരും എല്ലാ കാലത്തും മദ്ഹബിന്റെ കൂടെ നിന്നവരാ. എല്ലാ കാലത്തും അങ്ങനെ നിന്നവരാ. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ അതിനെതിര് നിന്നിട്ടുള്ളൂ. അതന്നെ ഈ അടുത്ത കാലം മുതൽ. ആ എതിര് നിന്നതിന്റെ ഭവിഷ്യത്ത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അവർ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ നമുക്ക് പ്രായോഗികമായി ലഭിക്കാൻ അതിന് ഒരു വഴി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതെന്താ? അർഹരായ പണ്ഡിതന്മാർ ഗവേഷണം നടത്തി അവർ അതിന്റെ ഖാദിമുകൾക്ക് കൈമാറി അവരിൽ നിന്ന് തലമുറയായി നമുക്ക് ലഭിച്ച വിവരം എന്താണോ അതാണ് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ആധാരമാക്കി ഈ വർത്തമാനകാലത്തെ മുസ്ലിം ഉമ്മത്തിനും ലഭിച്ചിട്ടുള്ള ഇസ്ലാമിക ശരീഅത്തിലോ അതിനെ പിൻപറ്റുകയല്ലാതെ സ്വന്തം താല്പര്യത്തിനും ഇച്ഛക്കും അവനവന്റെ വിവരക്കുറവിനനുസരിച്ചുള്ള സ്വന്തമായ വ്യാഖ്യാനങ്ങളിലൂടെ പരിശുദ്ധ ഇസ്ലാമിനെ ജനമധ്യത്തിൽ താറടിക്കുകയും അതിനെ വഷളാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ എക്കാലത്തും നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അത്തരക്കാരുടെ ഷറിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ എന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. മാത്രമല്ല, ഞാൻ ഇന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് ആമുഖം പറഞ്ഞിട്ടുള്ളത് എന്താണ് കർമ്മശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കാനാ. എന്താണ് കർമ്മശാസ്ത്രം, എങ്ങനെയാണ് നമ്മൾ ഈ മദ്ഹബുകളെ സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന അതിന്റെ ഒരു ആമുഖം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എന്റെ അറിവിൽപ്പെട്ട ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അള്ളാഹ് നമുക്കിനി വേണമെങ്കിൽ അല്പസമയം ഇത് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരത്തിന് നൽകാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 മണി മുതൽ 2 മണി വരെയാണ് എന്റെ ക്ലാസ് സമയം പറഞ്ഞിട്ടുള്ളത്. ഇന്നൊരു 10 മിനിറ്റ് വൈകി തുടങ്ങിയതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഒരു 2:10 വരെ മാക്സിമം അതിന്റെ സമയം നമുക്ക് ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ക്ലാസ് നമ്മൾ ഈ തുടങ്ങി വെച്ച ക്ലാസ് സജീവമായി നിലനിർത്തുന്നതിന് എല്ലാവർക്കും പങ്കുണ്ട്. ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാർക്ക് മാത്രമല്ല, ക്ലാസ് റൂമിലെ അഡ്മിന്മാർക്കുണ്ട്, അതിന്റെ ശ്രോതാക്കൾക്കുണ്ട്. എല്ലാവരും അവരവരുടെ പങ്ക് ഭംഗിയായി നിർവഹിച്ച് അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി എല്ലാവരും സുഗമമാക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ
സുന്നത്തിയമായത്തിന് വേണ്ടി ദീനിന്റെ അറിവിന് വേണ്ടി സേവനം ചെയ്യുന്ന ആരൊക്കെ നമ്മുടെ ലോകത്തുണ്ടോ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല തീർത്തിരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അർഹമുറാഹിമീനായ റബ്ബ് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഒറ്റവാക്കിൽ വസിയ്യത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറ യാ ഉസ്താദ്. ഉസ്താദിന്റെ കുറേ ദിവസമായിട്ട് ക്ലാസ്സുകൾ കേട്ടിട്ടില്ല, ഞാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എല്ലാം എന്താ ഫിഖ് ക്ലാസ് സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം ഈ മജ്ലിസിൽ വന്ന് നമുക്ക് ഇൽമ പറഞ്ഞു തരാൻ ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവിടുത്തെ ഇൽമിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. സമ്പത്തിലും സന്താനങ്ങളിലും കുടുംബജീവിതത്തിലും ഒക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാകട്ടെ. ആമീൻ. അത് ഇതിന്റെ ചോദ്യത്തിനുള്ള സമയം കൊടുത്തിട്ടുണ്ടോ? അത് ഉസ്താദ് മതിയാക്കിയതാണ്, ലാസ്റ്റ് കേട്ടില്ലായിരുന്നു. ചോദിക്കാനുള്ള സമയം കൊടുത്തിട്ടാണോ മൈക്ക് വിട്ടത് എന്നറിയില്ല. ചെയ്ത് അപ്പോൾ അവസാനിപ്പിച്ചത് കൊണ്ടൊരു സംശയം. ടൈം നമ്മുടെ UAE സമയം 1 മണിക്ക് അല്ല 12:30 മണിക്കാണ് ചോദിക്കാൻ അല്ലേ, 11:30 മണിക്കാണ് UAE ടൈം. ഉസ്താദ് നാട്ടിലെ സമയം 1 മണി, ഇന്ത്യൻ ടൈം 1 മണിക്കാണ് നമ്മുടെ ക്ലാസ്, ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാകുക. എല്ലാവരെയും അറിയിക്കുക. പലരും അറിഞ്ഞിട്ടുണ്ടാകില്ല, പിന്നെ ഈ സമയം കൂടുതൽ പേരും ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ്. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് പല കാര്യങ്ങളിലും പല ക്വസ്റ്റ്യൻ ടൈം ആണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങളിലും മദ്ഹബ് അനുസരിച്ചിട്ട് അതിന്റെ പല രീതിയാണല്ലോ. ഉദാഹരണത്തിന് തൊട്ടാൽ ഉളു മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഷാഫിഈ മദ്ഹബിൽ തൊട്ടാൽ ഉളു മുറിയും, എന്നാൽ ഹനഫി മദ്ഹബിലാകുമ്പോൾ തൊടുമ്പോൾ ഉളു മുറിയില്ല. ഇങ്ങനെയുള്ള വ്യത്യാസം ഇതിൽ വരാൻ ഉള്ള പ്രധാന കാരണങ്ങൾ എന്താണ്? അവർക്ക് കിട്ടിയ ഹദീസിന്റെ എന്തെങ്കിലും അതിന്റെ റിവായത്തിന്റെ കുറവ് കൊണ്ടാണോ അവർക്ക് കിട്ടിയതിൽ തമ്മിൽ? അതല്ലെങ്കിൽ ഈ ഷാഫിഈ ഇമാമിന് കിട്ടിയ തൊട്ടാൽ ഉളു മുറിയും എന്ന് പറയുന്ന ഹദീസ് അബൂ ഹനീഫ ഇമാമിന് കിട്ടിയിട്ടില്ലേ എന്നുണ്ട്. അതാണ് ഒരു സംശയം. ഒന്ന് അതെടുത്തിട്ട് അടുത്ത് പറയാൻ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വറഹ്മത്തുള്ളാഹി. ഉള്ള ആളുകളൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? ക്ലാസ് റൂമിലുള്ളവർ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കണം ക്ലാസ് ശ്രദ്ധിക്കാൻ. അപ്പോഴേ ഇതൊരു ആളുകൾക്ക് ആവശ്യമുള്ള ക്ലാസ് ആണെന്ന് എടുക്കുന്നവർക്കും തോന്നുള്ളൂ. ഓക്കെ, പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് നമ്മുടെ ചോദ്യോത്തര വേളയെ സജീവാക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് 4 മദ്ഹബുകൾ തമ്മിൽ ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാല് സ്ത്രീകളെ തൊട്ടാൽ ഉളു മുറിയും എന്ന് ഒരു മദ്ഹബിൽ പറയുന്നു, ഉളു മുറിയില്ല എന്ന് വേറെ മദ്ഹബിൽ പറയുന്നു. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണം എന്താണ്? അവർക്ക് കിട്ടിയ ഹദീസ് വെവ്വേറെ ആയതുകൊണ്ടാണോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. കേൾക്കുന്നുണ്ടോ? നോക്കി ആരും ഒന്നും ഉണ്ടാതിരിക്കണം. എന്തൊരു അച്ചടക്കമുള്ള മക്കള്. അങ്ങനത്തെ കുറച്ചെണ്ണത്തിന് LKG കിട്ടിയല്ലോ, ടീച്ചർ കഴിച്ചു കഴിഞ്ഞു. ഓക്കെ എന്നാ മതി. ഞാൻ പറയാം. നോക്കൂ നിങ്ങള്, പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് വുളു എടുത്തു കഴിഞ്ഞാൽ ഒരാള് ഒരു സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയും എന്നൊരു മദ്ഹബിൽ പറയുന്നു, വുളു മുറിയില്ല എന്ന് വേറൊരു മദ്ഹബിലും പറയുന്നു. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നിരുപാധികം അങ്ങനെ ഒരു പറയുന്നത് തെറ്റാണ്.
കാരണം വിശദമായി പഠിച്ചാല് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ വുളു മുറിയും തന്നെ എല്ലാവരും പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് 4 മദ്ഹബിലെ ഇമാമിയങ്ങളും പറയുന്നത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ വുളു മുറിയും എന്നാണ്. പക്ഷേ അത് നിരുപാധികം തൊട്ടാൽ മുറിയുമെന്നാണോ അല്ല ഉപാധി പ്രകാരം തൊട്ടാൽ മുറിയുമെന്നാണോ എന്ന് അതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളൂ. നിങ്ങൾ നോക്കൂ, ഞാൻ പറയാം. ഷാഫി മദ്ഹബിൽ പറയുന്നത് മറയില്ലാതെ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ, അന്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാരിമല്ലാത്ത, വിവാഹം ഹറാമായ രക്തബന്ധമുള്ള ഉമ്മ പങ്കൾ പോലുള്ള, അതുപോലെ വിവാഹബന്ധം കൊണ്ട് വിവാഹബന്ധം ഹറാമാണ് രീതിയിലുള്ള ബന്ധമുള്ള അങ്ങനത്തവരല്ലാത്ത, അതായത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാല് അന്യരും സ്വന്തക്കാരും 2 അർത്ഥത്തിൽ പറയുന്ന ഒരു പദമാണ്. അന്യ പെണ്ണ് എന്ന് പറയുന്നത് 2 അർത്ഥത്തിൽ പറയും. ഒരർത്ഥം ഞാൻ പറഞ്ഞുതരാം. അന്യ പെണ്ണ് എന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം നമുക്ക് നോക്കാനും തൊടാനും ഒക്കെ പറ്റിയ പെണ്ണ്, അത് സ്വന്തം പെണ്ണും അല്ലാത്തത് അന്യ പെണ്ണുമാണ്. ഈ അർത്ഥത്തിൽ പറയുമ്പോൾ ഭാര്യ അന്യ പെണ്ണല്ല, സ്വന്തം പെണ്ണ. ഇനി അന്യ പെണ്ണ് എന്ന് വേറൊരർത്ഥത്തിൽ പറയും. അതേതർത്ഥത്തിലാ? അവനവനുമായി രക്തബന്ധമില്ലാത്ത, അല്ലെങ്കിൽ വിവാഹബന്ധം കൊണ്ട് വിവാഹം ചെയ്യൽ നിഷിദ്ധമായ രീതിയിലുള്ള ബന്ധമില്ലാത്ത പെണ്ണ്. രക്തബന്ധം കൊണ്ടോ വിവാഹബന്ധം കൊണ്ടോ മുലകുടി ബന്ധം കൊണ്ടോ വിവാഹം ചെയ്യൽ നിഷിദ്ധമായ രീതിയിലില്ലാത്ത പെണ്ണ്. അത്തരം പെണ്ണുങ്ങളോട് സ്വാഭാവികമായി ഒരു പുരുഷന് ലൈംഗിക വികാരങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതാണ് ഈ വുളൂ മുറിയുന്ന ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് അന്യ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ബന്ധമില്ലാത്ത പെണ്ണ് എന്നാണ്. അതുകൊണ്ടാണ് സ്വന്തം ഭാര്യ അതിൽ പെടുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ സുഹൃത്തുക്കളെ? അന്യപെണ്ണിനെ തൊട്ടാലാണ് വുളൂ മുറിയാന്ന് പറയാ, എന്നാ ഭാര്യനെ തൊട്ടാ വുളൂ മുറിയും ചെയ്യും. ഭാര്യ അന്യപെണ്ണാണെന്ന് വെച്ചിട്ട് ചൂടായില്ല മുമ്പ് ഒരാളും. ആർക്ക് മനസ്സിലാവുന്ന ഒരു ജവാബില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞ നേരത്തെ. അപ്പൊ ഏതായാലും അന്യ പെണ്ണ് എന്നുള്ളത് പല അർത്ഥത്തിലും പറയും. മനസ്സിലായോ? അന്യ പെണ്ണ് എന്നുള്ളത് ഈ 2 അർത്ഥത്തിലും പറയും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ കേട്ടാ പോരാ, മനസ്സിലാകണം. കേക്കല് വേറെ, മനസ്സിലാകല് വേറെ. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അന്യ സ്ത്രീയെ തൊട്ടാൽ വുളു മുറിയുന്നാണ് ഷാഫി മദ്ഹബ് പറയുന്നത്. അന്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യനെ തൊട്ടാൽ വുളു മുറിയും. കാര്യം ഭാര്യ ഈ അർത്ഥത്തിൽ അന്യയാണ്. ഭാര്യയോട് ലൈംഗിക വികാരങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ഭാര്യയാകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ചിന്തകളുള്ള, അതിന് സാധ്യതയുള്ള പെണ്ണ് എന്ന അർത്ഥത്തിലാണ് രക്തബന്ധമോ വിവാഹബന്ധമോ മുലകുടി ബന്ധമോ ഇല്ലാത്ത പെണ്ണ് എന്ന അർത്ഥത്തിലാണ് അന്യ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പൊ ഷാഫി മദ്ഹബ് പറയുന്നത് അന്യ സ്ത്രീയെ തൊട്ടു, അത് ശരീരം തമ്മിൽ ചേർന്നു, തൊലി തമ്മിൽ ചേർന്നു, മറയില്ലാതെ, എന്നാൽ വുളൂ മുറിയും, നിരുപാധികം എന്ന് ഷാഫി മദ്ഹബ് പറയുന്നു. എന്നാൽ മാലിക് ഇമാമും അഹ്മദ് ബിൻ തങ്ങളും പറയുന്നത് വുളൂ മുറിയും, പക്ഷേ വികാരത്തോടെ തൊട്ടാലേ മുറിയുള്ളൂ, നിരുപാധികം മുറിയില്ല എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ തൊട്ടാൽ മുറിയില്ല എന്നല്ല ഒരു പറയുന്നത്, തൊട്ടാൽ മുറിയും എന്ന അടിസ്ഥാന വിഷയത്തിൽ എല്ലാവരും എന്താക്കണ്, യോജിക്കുന്നു. അവിടെ ഉപാധി പറയുകയാണ് ഒരു മദ്ഹബിൽ. ഹംബലി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും പറയുന്നത് വികാരത്തോടെയാണെങ്കിൽ മുറിയും എന്നാണ്. എന്നാൽ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ പറയുന്നതും വികാരത്തോടെ തൊട്ടാൽ മുറിയുമെന്നാണ്. പക്ഷെ ഹംബലി ഇമാമും അതുപോലെ തന്നെ മാലിക്കി ഇമാമും പറഞ്ഞതുപോലെ കേവല വികാരം പോരാ, നേരെ മറിച്ച് ലിംഗോദ്ധാരണം ഉണ്ടാകുന്ന വിധത്തിൽ അത്രയും തീവ്രമായ വികാരത്തോടെ തൊട്ടെങ്കിലേ വുളൂ മുറിയൂ എന്ന പക്ഷക്കാരനാണ് അബൂ ഹനീഫ ഇമാം. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 4 മദ്ഹബിലും പെണ്ണിനെ തൊട്ട വുളൂ മുറിയും തന്നെ പറയുന്നത്. പക്ഷെ 4 കൂട്ടരും അവിടെ എന്താക്കുന്നുണ്ട്, ചില ഉപാധികൾ പറയുന്നുണ്ട് എന്ന് മാത്രം. തീവ്രമായ വികാരത്തോടെയാകണം എന്ന് അബൂ ഹനീഫ ഇമാം പറയുന്നു. അല്ല, വികാരമുണ്ടായാൽ മതി എന്ന് മാലിക് ഇമാം അഹ്മദ് ഇമാമും പറയുന്നു. വികാരം ഉണ്ടാകണമെന്നില്ല, വികാരത്തിനുള്ള സാധ്യതയുള്ള പെണ്ണിനെ തൊട്ടാൽ മതി എന്ന് മാത്രം ആര് പറയുന്നു? ഷാഫി ഇമാം പറഞ്ഞു. ഇത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ 4 പറഞ്ഞ തൊട്ടാ മുറിയും തന്നെ. പക്ഷെ തൊടുന്ന രീതിയിൽ എന്താകുന്നുണ്ട്, വളരെ വ്യത്യാസം കാണുന്നുണ്ട് എന്ന് മാത്രം. ഇങ്ങനെ ഒരു രീതിയിൽ വ്യത്യാസം വരാനുള്ള കാരണം എന്താണെന്നാണ് അടുത്ത ചോദ്യം. ചോദ്യത്തിന്റെ മറ്റൊരു ഭാഗം അതാണ്. അത് ഞാൻ പറഞ്ഞത്, അത് പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലുള്ള വ്യത്യാസം. ഔലാ മസ്തൂമൻ നിസാ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞപ്പോ
നിങ്ങൾ പെണ്ണുങ്ങളെ തൊട്ടാൽ വുളു ചെയ്യണം എന്നും ഷാഫി ഇമാം അതിന് അർത്ഥം വെച്ചു. ലാമസ എന്ന പദത്തിന് നേരെ തൊടുക, തൊലി തമ്മിൽ ചേരുക എന്നാണ് ഇതിന്റെ നേരെ അർത്ഥം. ആ അർത്ഥം ബഹുമാനപ്പെട്ട ഷാഫി ഇമാം വെച്ചു. അതേ സ്ഥാനത്ത് അബൂ ഹനീഫ ഇമാമ് അവിടെ ലാമസന്റെ അർത്ഥം നേരെ തൊടുക എന്നല്ല, നേരെ മറിച്ച് ലാമസ എന്ന പദത്തിന്റെ അർത്ഥം അവിടെ എന്താണ്, പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ടവരും പിന്നെ പറഞ്ഞു. അപ്പോ വ്യത്യാസം വന്നു. ലാമസ എന്ന പദമാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ആ പരിശുദ്ധ ഖുർആനിൽ ആ പദം പല അർത്ഥത്തിനും സാധ്യതയുള്ള ഒരു പദമാണ് അല്ലാഹു തആല പ്രയോഗിച്ചത്. അപ്പോ പല അർത്ഥമുള്ള ആ പദത്തിന് അവരവർക്ക് ലഭ്യമായ തെളിവുകൾ വെച്ച് പരിശോധിച്ചപ്പോൾ ഇന്ന അർത്ഥത്തിനാണ് അവിടെ കൂടുതൽ സാധ്യത എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുകയും അതടിസ്ഥാനത്തിൽ നിയമം പറയുകയും ചെയ്തതാണ്. അല്ലാതെ ഇപ്പൊ ഒരു ഹദീസ് ഒറ്റ ആയത്തുമെന്നാണ് ഇപ്പൊ ഈ വരുന്നത്. പല ഹദീസ് കിട്ടിയതുകൊണ്ടല്ല ഇത് വന്നത്, ഒറ്റ ആയത്തുമെന്നാണ്. ഈ ആയത്തിന് തന്നെ ലാമസ എന്നതിന് തൊടുക എന്ന അർത്ഥം കൽപ്പിക്കാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന അർത്ഥം കൽപ്പിക്കാനും വേറെ പല ഹദീസുകളും പല സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങളും രണ്ടു കൂട്ടരും തെളിവായി ഉപയോഗിച്ചിട്ടുണ്ട് താനും. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഒരു ഇമാമ് ഒരു കാഴ്ചപ്പാടിൽ എത്തുന്നത്. ആ ഇമാമിന്റെ കാഴ്ചപ്പാട് ശരിയാണ്, കാരണം അത് പ്രമാണബദ്ധമാണ്. മറ്റേ ഇമാമിന്റെ കാഴ്ചപ്പാടോ അതും ശരിയാണ്, കാരണം അതും പ്രമാണബദ്ധമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇസ്ലാമിക ശരീഅത്തിൽ ഒരു നിയമം പറയുമ്പോൾ ഒന്ന് ശരിയാകുന്നതും ഒന്ന് തെറ്റാകുന്നതും എങ്ങനെ? പ്രമാണബദ്ധമായി പറഞ്ഞത് ശരി, പ്രമാണത്തിന് വിരുദ്ധമായി പറഞ്ഞത് തെറ്റ്. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഒരു വിഷയം പറഞ്ഞിട്ടുള്ളത് പ്രമാണബദ്ധമായി മാത്രമാണ്, പ്രമാണത്തിനെതിരായി ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് 4 ശരിയാകുന്നത്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ആയുർവേദവും അലോപ്പതിയും ശരിയാകുന്നത് എങ്ങനെ? 4 മദ്ഹബിന്റെ സ്ഥാനത്ത് ആയുർവേദം, അലോപ്പതി, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി 4 മദ്ഹബും എടുത്തു നോക്കൂ നിങ്ങൾ. 4 ശരിയാകുന്നത് എങ്ങനെ? 4 ശരിയാകുന്നത് 4 അവരവർക്കുള്ള ഖവായിദും ഉസൂലും അനുസരിച്ചാണ് 4 കൂട്ടരും ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 4 ശരിയാണ്, 4 ശരിയാണ്. ഇവിടെ എന്താ വെച്ചാൽ 4 പോകുന്നത് ഒരേ പ്രമാണത്തിലേക്കാണ്. 4 ഇസ്ലാമിക പ്രമാണമായ ഖുർആനും സുന്നത്തൊക്കെ പോണത്. 4 കൂട്ടരും പറഞ്ഞത് അവർക്ക് ലഭ്യമായ പ്രമാണങ്ങൾക്ക് അനുസൃതമായിട്ടാണ്, അതിനെതിരായിട്ടല്ല. അപ്പൊ 4 പ്രമാണബദ്ധമാണ്, അതുകൊണ്ട് 4 ശരിയാണ്. ഓക്കെ, അതാണ് എന്റെ വിശദീകരണം. അൽഹംദുലില്ലാഹ്, വളരെ റാഹത്തായി. പലപ്പോഴും ഒക്കെ വരാറുള്ളൊരു സംശയമാണത്. പിന്നെ വേറെ നമ്മൾ ഇതിന് തഖ്ലീദ് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഉളുവിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ തഖ്ലീദ് ചെയ്യുമ്പോൾ ഒരാവശ്യത്തിന്, ഇപ്പോൾ നേരത്തെ ഒക്കെ പറയുന്ന ഉംറയ്ക്കൊക്കെ പോകുന്ന സമയത്ത് സ്ത്രീകളെ ഇതുപോലെ തൊട്ടുപോയാൽ ഉളു മുറിയാനില്ല. അതിന് പകരമായിട്ട് നമുക്ക് ആ വിഷയത്തിൽ തഖ്ലീദ് ചെയ്തു മദ്ഹബ് മാറിയിട്ട് ഉളു പൂർണ്ണമാക്കി ആ രീതിയിൽ എടുത്താൽ മതി എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏതൊക്കെ വിഷയങ്ങൾക്ക് നമുക്ക് അങ്ങനെ മാറാൻ പറ്റും, അതല്ലെങ്കിൽ അത് മാറുന്നതിന് ഉളുവിന്റെ കാര്യത്തിൽ വിഷയത്തിൽ മാറുന്ന സമയത്ത് അത് പൂർണ്ണമായി അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം അല്ലെങ്കിൽ ആ മദ്ഹബ് അനുസരിച്ചിട്ടുള്ള രീതി കംപ്ലീറ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് ആ വിഷയം മാത്രം പഠിച്ചാൽ മതിയാകുമോ എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. ഇതുകൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. നാളത്തെ ക്ലാസ് ഉച്ച സമയത്ത് വേണമെങ്കിൽ ഉച്ച കൊടുക്കാം, 5 മണിക്ക് വേണമെങ്കിൽ 5 മണിക്ക് കൊടുക്കാം. നാളെ 2 സമയത്തും എനിക്ക് സൗകര്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ബുധനാഴ്ച. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് 5 മണിക്ക് ആയിക്കോട്ടെ, അതാണ് കൂടുതൽ സൗകര്യം. നാളത്തെ ക്ലാസ് വൈകുന്നേരം 5 മണിക്കായിരിക്കും. പരസ്യം ചെയ്യുന്ന ആളുകളെ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ത്യ സമയം 5 മണിക്ക്. പിന്നെ ഇതിന് കൂടെ മദ്ഹബ് മാറുന്നതിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ചോദിച്ചിട്ടുള്ളത്. മദ്ഹബുകൾ മാറുക എന്ന് പറഞ്ഞാൽ 4 മദ്ഹബ് സ്വീകരിക്കുന്ന ഒരാൾക്ക് ഒരു വിഷയത്തിന് വേണ്ടി മറ്റൊരു മദ്ഹബിന്റെ അഭിപ്രായം സ്വീകരിച്ചുകൂടായികയില്ല. കാരണം മദ്ഹബുകൾ തമ്മിൽ എന്താ ഞാൻ പറഞ്ഞ നേരത്തെ കോൺഫ്ലിക്റ്റ് ഇല്ല, ശത്രുതയില്ല, പരസ്പര കലഹമില്ല, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ മദ്ഹബുകൾ തമ്മിലുള്ളത് പരസ്പര ആദരവും പരസ്പര സഹകരണവും ഒരേ പ്രമാണങ്ങളിൽ നിന്ന് വന്ന വിവിധ നിയമങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് ഒരു മദ്ഹബ് ഒരു സമയത്ത് സ്വീകരിച്ചു, മറ്റൊരു മദ്ഹബിന്റെ കാഴ്ചപ്പാട് മറ്റൊരു സമയത്ത് സ്വീകരിച്ചു, അതിനൊന്നും വിരോധമല്ല.
പക്ഷെ അവിടെ പറഞ്ഞിട്ടുള്ള വളരെ കണിശമായി പാലിക്കേണ്ട ഒരു അദബ്, ഒരു നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ നമ്മൾ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറിപ്പോകുമ്പോ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് പറ്റില്ല. എല്ലാ വിഷയത്തിലും ഉണ്ടാവുമല്ലോ, കുറച്ച് എളുപ്പമുള്ള രീതിയിലുള്ള നിയമം ഉണ്ടാവും, പ്രയാസമുള്ള രീതിയിലുള്ള നിയമം ഉണ്ടാവും. അവിടെ എളുപ്പമുള്ളതിന്റെ പിന്നാലെ മാത്രം ഇങ്ങനെ നോക്കി പോവുകയാണെങ്കിൽ അങ്ങനെ പോകുന്നവൻ തെറ്റുകാരനും വലിയ കുറ്റക്കാരനുമാണ് എന്ന് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. അതേ സമയത്ത് ചില അനിവാര്യ ഘട്ടങ്ങളിൽ നമുക്ക് മറ്റു ചില മദ്ഹബുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ പറ്റും. അപ്പോ ആ വിഷയങ്ങളിൽ ഉള്ള എല്ലാ കാര്യങ്ങളിലും അത് ആ വിഷയത്തില് നമ്മൾ സ്വീകരിക്കുന്ന വിഷയം ഏതാണോ, ഇപ്പൊ വുളൂവിന്റെ കാര്യത്തിൽ നമ്മൾ മറ്റൊരു മദ്ഹബിനെ സ്വീകരിക്കുകയാണെങ്കിൽ ആ വുളൂ എടുത്തത് മുതൽ അത് മുറിയുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ആ മദ്ഹബിന്റെ കാഴ്ചപ്പാട് പ്രകാരം നമ്മൾ പോകണം. അതേ സ്ഥാനത്ത് എടുത്തത് ഒരു മദ്ഹബ് അനുസരിച്ചും മുറിയിനോടത്ത് വേറെ മദ്ഹബ് അനുസരിച്ചും ആയ സംഗതി ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ മറ്റൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന വിഷയം ഏതാണോ ആ വിഷയത്തിൽ പൂർണ്ണമായും ആ മദ്ഹബിന്റെ നിയമം അനുസരിച്ച് പൂർത്തിയാക്കണം. അല്ലെങ്കിൽ വലിയ അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ബാക്കി വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ ചോദിക്കുകയും ചെയ്യാം. ഏകദേശം ഉസ്താദ് നിസ്കരിക്കാൻ പോവുകയാണെന്നല്ലോ, ആയിക്കോട്ടെ, നിസ്കരിച്ച് വന്നോളൂ. 6 മണിക്ക് ഇവിടെ കാണണം കേട്ടോ. അതുവരെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചാലും കുഴപ്പമില്ല, തറാവീഹ് നിസ്കരിച്ചാലും കുഴപ്പമില്ല. 6 മണിക്ക് നിങ്ങൾ അവിടെ മൈക്കിൽ കാണണം ഇൻഷാ അല്ലാഹ്. വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ മൈക്ക് വിടുകയാണ്. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇല്ലല്ലോ, തൽക്കാലം സങ്കേതങ്ങൾ. ഓക്കെ, ഒറ്റ ചോദ്യം കൂടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, തങ്ങളുടെ DC ആയി തോന്നുന്നു. എന്നാൽ ഇൻഷാ അല്ലാഹ് ഞാനേ മൈക്ക് വിടുകയാണ്. മറ്റുള്ള പരിപാടികൾ ഉസ്താദുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്ന് ലൈവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല പരിപാടികളൊക്കെ നമുക്ക് നല്ലത് കൊണ്ടുപോകാം. അതേ സ്ഥാനത്ത് വേറെ ആരും ഇല്ലെങ്കിൽ റെക്കോർഡുമായിട്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ അവസാനിപ്പിച്ചിട്ട് എനിക്ക് ക്ലാസ് ഉണ്ട് ഇവിടെ. ഭക്ഷണം കഴിച്ചിട്ടില്ല, ക്ലാസ് ഉണ്ട്. പകല് ക്ലാസ് മുടങ്ങുന്നത് കൊണ്ടാണ് ഒരുപാട് കാലത്ത് പകലത്തെ ക്ലാസ് തന്നെ നിർത്തിവെച്ചത്. ഇപ്പൊ അങ്ങനെ നിർത്തിയേക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഉള്ള സമയം ഉണ്ടാക്കിയിട്ട് ക്ലാസ് റൂമിൽ ഈ സമയത്ത് വരുന്നത്. ഇനി ഞാൻ നിന്നാൽ ഇൻഷാ അല്ലാഹ് ദർസിലെ ക്ലാസ് മുടങ്ങും. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് ബാക്കി ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നോളൂ. എന്നാൽ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം എന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.